Alhamdulillah Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. فإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ ആദ്യമായി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്തുകൊള്ളുന്നു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. 1970 മുതൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചൊക്കെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഈ പരിസ്ഥിതി ദിനം ആചരിക്കാറ്. സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഇതിനോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന് ചിന്തിക്കുകയാണ് ഈ ഹുതുബയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്, അല്ലെങ്കിൽ അല്ലാഹു തആല സൃഷ്ടിച്ചതാണ് ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയുമൊക്കെ. ഈ പ്രപഞ്ചത്തെയും ഈ ഭൂമിയെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് ഒരു തമാശക്കൊന്നുമല്ല, ലാഭായിട്ടല്ല, കളിയായിട്ടല്ല. അലം തറ അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് വളരെ യാഥാർത്ഥ്യബോധത്തോടെ, വളരെ ലക്ഷ്യബോധത്തോടെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്ര കൃത്യതയിൽ, ലക്ഷ്യബോധത്തോടെ, ഉദ്ദേശത്തോടെയാണ് അല്ലാഹു തആല പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ താമസിക്കുന്ന ഭൂമി, ഈ ഭൂമിയെപ്പോലെ മറ്റൊരു ഗോളം ഈ പ്രപഞ്ചത്തിലുള്ളതായി നമുക്കറിയില്ല. പുതിയ കാലത്ത് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ഇതുപോലത്തെ യൂണിവേഴ്സുകൾ, ലോകങ്ങൾ വേറെ ഉണ്ടാകാം, അവിടെ ഭൂമിയും ഉണ്ടായേക്കാം. പക്ഷെ നമ്മളറിയുന്ന യൂണിവേഴ്സ്, ഈ ലോകത്ത് ഭൂമിയെപ്പോലെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമായി തീരുന്ന ഒരു ഗോളവും ലോകത്തില്ല, പ്രപഞ്ചത്തിലുള്ളതായി നമുക്കറിയില്ല. ലോകത്തില്ല എന്നല്ല, നമുക്കറിയില്ല. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സൗരയൂഥത്തിലുള്ള ഗ്രഹങ്ങൾ പോലും മനുഷ്യന് വസിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ സൂര്യൻ ഉൾക്കൊള്ളുന്ന ഗോളങ്ങൾ, അതാണല്ലോ ഏറ്റവും അടുത്തുള്ള കുറച്ച് ഗോളങ്ങൾ.
അതിൽ പോലും ഒരു ഘടകവും നമുക്ക് അനുകൂലമല്ല. ഇപ്പോൾ ഭൂമിയെ ചുറ്റുന്ന, ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ചന്ദ്രൻ പോലും നമുക്ക് വസിക്കാൻ പറ്റുന്ന ഘടനയിലല്ല. അവിടെ അന്തരീക്ഷമില്ല, അവിടെ വായുവില്ല, അവിടുത്തെ ചൂടും തണുപ്പും നമുക്ക് അനുകൂലമല്ല. കഠിന ചൂടും കഠിന തണുപ്പുമാണ്. രാപ്പകലുകൾ നമുക്ക് പറ്റിയ വിധത്തിലല്ല, നീണ്ട പകലും നീണ്ട രാത്രിയുമാണ്. ആകർഷണ ബലം ക്ലിയറല്ല. ഭൂമിയേക്കാൾ 1/6 ഭാരമേ അവിടെയുള്ളൂ. അങ്ങനെ തുടങ്ങി ഈ ചന്ദ്രനിൽ പോലും നമുക്ക് വസിക്കാൻ പറ്റില്ല. അതേസമയം ഭൂമിയെ അല്ലാഹു തആല ഒരുപാട് സംവിധാനങ്ങളിലൂടെ നമുക്ക് പറ്റിയ വിധത്തിലാക്കി തന്നു. അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി, ഒരു തൊട്ടിലാക്കി തന്നില്ലേ? നിങ്ങൾക്ക് ജീവിക്കാൻ പാകത്തിൽ ഭൂമി അല്ലാഹു സെറ്റ് ചെയ്തു. മറ്റൊരു ഗോളത്തിലും ഉള്ളതായി അറിയാത്ത വായു സെറ്റ് ചെയ്തു തന്നു. അന്തരീക്ഷം രൂപപ്പെടുത്തി തന്നു. ചൂടും തണുപ്പും നമുക്ക് പറ്റിയ വിധത്തിലാക്കി തന്നു. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ. രാവിനെയും പകലിനെയും നിങ്ങൾക്ക് പറ്റിയ വിധത്തിലാക്കി തന്നു. ചുരുക്കം വആതാകും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ സന്ദർഭാനുസൃതം അല്ലാഹു തആല നൽകി. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ശ്വസിക്കുന്ന വാതകം, വായു. അതില്ലാണ്ട് ഒരു സെക്കൻഡ് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എത്ര വലിയ ആളാകട്ടെ, ഈ വായു ശരീരത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ജീവിക്കാനാവില്ല. ഓക്സിജൻ എന്ന് പറയുന്ന വാതകമാണ് നമ്മൾ ശ്വസിക്കുന്നത്. ശ്വസിക്കുമ്പോൾ എല്ലാ വായുവും ശ്വസിക്കുന്നുണ്ട്, അതിലെ ഓക്സിജനാണ് നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തുന്നത്. അന്തരീക്ഷത്തിൽ 21% ഓക്സിജൻ ഉള്ളത്, 78% നൈട്രജനാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലാഹു തആലയുടെ ആസൂത്രണം. അപ്പം തന്നെ 99ആയി. ബാക്കി വാതകങ്ങളെല്ലാം കൂടി ചേർന്നാൽ 1% ഉള്ളൂ. നമ്മൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന വായുവിൽ അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് 0.03 ഉള്ളൂ. 0.03 ഉള്ളൂ. അപ്പോൾ ഈ ഓക്സിജൻ എന്ന് പറയുന്നതാണ് 21%. അതാണ് നമുക്ക് ശ്വസിക്കാൻ ആവശ്യം. നമുക്ക് മാത്രമല്ല, ജീവികൾക്കും സസ്യങ്ങളും വരെ ശ്വസിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അങ്ങനെ ഈ ഓക്സിജൻ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ജീവികളും, മനുഷ്യരും, സസ്യങ്ങളും, ജീവജാലങ്ങളൊക്കെ ഓക്സിജൻ ശ്വസിക്കാൻ തുടങ്ങിയാൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരും. പക്ഷെ അത്ഭുതകരമായ മറ്റൊരു പ്രതിഭാസം, സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അല്ലാഹു തആല ചെയ്ത ഒരു സംവിധാനം, നമ്മൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ സ്വീകരിക്കും. സസ്യങ്ങൾ അബ്സോർബ് ചെയ്ത് അത് ഓക്സിജൻ റിലീസ് ചെയ്യും. അഥവാ ഭക്ഷണ നിർമ്മാണം എന്ന് പറയുന്ന ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിലൂടെ നമ്മൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ സ്വീകരിച്ച് ഓക്സിജനായി പുറത്തേക്ക് വിടുന്നു. ആ സംവിധാനം ഉള്ളത് കൊണ്ട് ഓക്സിജൻ്റെ അളവിൽ ഒരു മാറ്റവും വരില്ല. എത്ര കൃത്യത്തിലാണ് അല്ലാഹു തആല ആ ഓക്സിജനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു വലിയ അത്ഭുതവും കൂടി അതിലുണ്ട്. ഈ ഓക്സിജൻ ശരിക്ക് കത്താൻ സഹായിക്കുന്നൊരു വാതകമാണ്. ശരിക്ക് നമ്മളൊരു തീപ്പെട്ടിക്കുള്ളിൽ എഴുതിയാൽ ഓക്സിജൻ അവിടെ ഒക്കെ ഉണ്ടോ, അതൊക്കെ തീ പിടിച്ചേനെ. പക്ഷേ എന്തുകൊണ്ട് 21% ഓക്സിജൻ തീ പിടിക്കുന്നില്ല? അതിൻ്റെ കാരണം 78% നൈട്രജൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ നൈട്രജൻ സസ്യങ്ങളുടെ വളർച്ചയ്ക്കൊക്കെ 1% വേണ്ടു. 78% നൈട്രജൻ ഉള്ളത് കൊണ്ടാണ് 21% ഓക്സിജൻ തീ പിടിക്കാത്തത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അഥവാ ഈ ഒരൊറ്റ ഉദാഹരണം തന്നെ
പ്രപഞ്ചത്തെ മനുഷ്യന് പറ്റുന്ന വിധത്തിൽ അല്ലാഹു തആല സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. വലിയ ആസൂത്രണം അല്ലാഹു ചെയ്തിരിക്കുകയാണ്. ഈ സൂര്യൻ്റെ ചൂട് ഭൂമിയിലെത്തുന്നത് നമ്മൾ ചിന്തിച്ചാൽ ഞെട്ടിപ്പോകും. കാരണം അത് ചൂടായി ഇങ്ങനെ കുറഞ്ഞിങ്ങോട്ട് എത്തിയതല്ല. ഈ വരുന്ന ചൂട് 14 കോടി കിലോമീറ്റർ ദൂരത്ത് നിന്നാണ്. ഏതാണ്ട് 15ഓളം കോടി കിലോമീറ്റർ ദൂരത്തു നിന്ന് വരുന്ന ചൂടാണ്. അവിടുത്തെ വലിയ ചൂട് ഇങ്ങനെ കുറഞ്ഞ് കുറേശ്ശെ ഇവിടെ എത്തിയിട്ട് ഇവിടെ ചൂടായതല്ല. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ തട്ടി പ്രതിഫലിച്ച് ഇവിടെ നിന്നുണ്ടാകുന്ന ഒരു ചൂടാണത്. അത് കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ആ ചൂട് അത്രയും കുറയുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ ഇവിടെ ചൂട് കൂടിയാണ്. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിരുന്നതോട്. അതുകൊണ്ട് ഭൂമിയോടൊപ്പമുള്ള ഗ്രഹങ്ങളിൽ ചിലതിൽ ഭയങ്കര ചൂടാണ്. അതേസമയം യുറാനസും നെപ്റ്റ്യൂണൊക്കെ അടക്കമുള്ള ഗ്രഹങ്ങളിൽ ഒടുക്കത്തെ തണുപ്പാണ്. അവിടങ്ങളിലൊന്നും ഒരു സസ്യം പോലും വളരുന്നില്ല. അവിടങ്ങളിലൊന്നും ഒരു ജീവജാലങ്ങളും വളരുന്നതായി നമുക്കറിവില്ല. പക്ഷെ അല്ലാഹു തആല ഭൂമിയെ വളരെ കൃത്യമായി അല്ലാഹു തആല സെറ്റ് ചെയ്തു. വഇൻ കുല്ലി ഷൈഇൻ ഖലഖനാഹു ഖദറ ബിഖദർ വഇൻ കുല്ലി ഷൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത് വളരെ കൃത്യതയോടുകൂടിയാണ്. വളരെ കൃത്യതയോടുകൂടി. ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് തെറ്റിയാൽ പൊളിയും. ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഭൂമിക്ക് ചരിവുണ്ട് ഒരിക്കൽ പറഞ്ഞിരുന്നു. 23.5 ആയതുകൊണ്ടാണ് അത് ഭൂമി വാസയോഗ്യമായത്. 23 ആയാലും 24 ആയാലും വേറെ ഏത് ഡിഗ്രിയിലും ഭൂമി ചരിഞ്ഞു നിന്നാൽ വാസയോഗ്യമാകില്ല എന്ന് പറഞ്ഞാൽ ആ അരയിൽ വളരെ കൃത്യതയിലാണ് അത് സൃഷ്ടിച്ചത്. ബഹലക കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. എല്ലാ വസ്തുവെയും അല്ലാഹു സൃഷ്ടിക്കുകയും അതിന് ശരിയാം വണ്ണം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അല്ലാഹു തആല. സൂറത്തുർ റഹ്മാൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ഖുർആൻ അത് പറയുന്നുണ്ട്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും കൃത്യമായ ഒരു കണക്കനുസരിച്ചാണ് ചലിക്കുന്നത്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും അല്ലാഹുവിനെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. അവൻ ആകാശം ഉയർത്തുകയും തുലാസുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. നിങ്ങൾ തുലാസിൽ അക്രമം കാണിക്കാതിരിക്കാനും. എന്നിട്ട് പറയാണ് വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. നീതിയോടെ തൂക്കം നിശ്ചയിക്കുകയും തുലാസിൽ കുറവ് വരുത്താതിരിക്കാനും. വൽ അർള വദഅഹാ ലിൽ അനാം. സൃഷ്ടികൾക്കായി ഭൂമി അവൻ വിരിച്ചു വെച്ചു. ഫീഹാ ഫാക്കിഹത്തും വന്നഖ്ലു ദാത്തുൽ അക്മാ. അതിൽ പഴങ്ങളും പൂമ്പോളങ്ങളുമുള്ള ഈത്തപ്പനകളും ഉണ്ട്. വൽഹബ്ബുൽ അസ്ബി വറൈഹാൻ. തൊണ്ടുകളുള്ള ധാന്യങ്ങളും സുഗന്ധ സസ്യങ്ങളുമുണ്ട്. അതങ്ങനെ പറയാണ്. ഇതൊക്കെ പടച്ചോൻ എത്ര കൃത്യത്തിലാണ് ചെയ്തത്, രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ ആണെങ്കിലും മനുഷ്യൻ ഈ ഭൂമിയെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുക മുഖേന ഭൂമിയിലും കരയിലും കടലിലും ജലത്തിലും നാശം പൊട്ടിപ്പുറപ്പെടും. നമ്മൾ ഉള്ള മനുഷ്യന്മാർ ഇത് നമുക്ക് ശേഷം ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി എന്ന് വിചാരിക്കണം. നമ്മൾ മാത്രം ഭൂമിയിൽ ജീവിക്കുക, ബാക്കി ഇനി അങ്ങോട്ട് പ്രളയം എന്നല്ലല്ലോ. ഭൂമിയിൽ നമ്മൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് ജീവികളുണ്ട്. അവർക്കും കൂടി അല്ലാഹു നിശ്ചയിച്ച സ്ഥലം ഭൂമിയാണ്. വേറൊരു സ്ഥലത്തും അതിന് ജീവിക്കാൻ പറ്റൂല. നമ്മൾ ഈ ജീവികളുടെ കൂട്ടത്തിൽ ഒന്നേ ഉള്ളൂ. ജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാലോ, ബാക്ടീരിയകൾ. ഇതിൻ്റെയൊന്നും എണ്ണൊന്നും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഒരാളെ വീട്ടിലെ തലയിണയിൽ ഒരാൾ തലയിണ 7 ദിവസം 8 ദിവസം ഉപയോഗിച്ചാൽ ലോക ജനസംഖ്യയേക്കാൾ കൂടുതൽ ബാക്ടീരിയ തലയിണയുടെ പുറത്തുണ്ടാവുമെന്നാണ് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞാൽ. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ഘടകങ്ങളാണ്. ഒരു പിടി മണ്ണ് വാരിയാൽ ആ മണ്ണിൽ ലോക ജനസംഖ്യയേക്കാൾ കൂടുതൽ സൂക്ഷ്മജീവികളുണ്ട്. ഞാൻ പറഞ്ഞു വന്നെന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റേതായ ഭാഗമുണ്ട്. ഇപ്പോൾ ഈ ബാക്ടീരിയകൾ തന്നെയാണല്ലോ, ഈ സൂക്ഷ്മജീവികളാണ് നമ്മൾ മരിച്ച മൃതദേഹത്തെ ദഹിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാം മുതലുള്ള മയ്യത്തുകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതും ദഹിച്ചു പോയിരുന്നെങ്കിൽ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂലായിരുന്നു. മനുഷ്യൻ മാത്രമല്ല, ജീവജാലങ്ങൾ ഓരോന്നിനും ഉള്ളതാണ് ഈ ഭൂമി എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. എനിക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല.
അതുകൊണ്ട് ഭൂമിയിൽ നാശമുണ്ടാക്കരുത്. വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിക, ഭൂമിയിൽ നന്മ വരുത്തിയതിന് ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത് എന്ന് ഖുർആൻ കൃത്യമായി തന്നെ പറയുന്നു. അള്ളാഹു സൃഷ്ടിച്ചതിനെ നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് വിനാശകാരികൾ എന്നാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയിൽ ഇടപെട്ട് അതിനെ നശിപ്പിക്കുന്നവരെ അക്രമികൾ, വിനാശകാരികൾ, ഫസാദിൻ്റെ ആളുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ഖുർആൻ പറയാണ് വഇദാ തവല്ലാ സാഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ അർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. സൂറത്തുൽ ബഖറയിൽ കാണാൻ കഴിയും. അവർ ചില അക്രമകാരികൾ ഭൂമിയിൽ തിരിച്ചു പോയാൽ കുഴപ്പമുണ്ടാക്കാനും ഹർസ് വിളകൾ നശിപ്പിക്കാനും നസ്ല് ജീവനില്ലാതാക്കാനും ശ്രമിക്കും. നശീകരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവർ നാശകാരികളാണെന്നർത്ഥം. അപ്പോൾ ഈ ഭൂമിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിലെ ജീവജാലങ്ങളെയും അതിലെ സസ്യങ്ങളെയും എല്ലാത്തിനെയും അതിൻ്റേതായ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കാൻ, വളർത്തി കൊണ്ടുവരാൻ, ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇസ്ലാം ശക്തമായി ആവശ്യപ്പെടുന്നു. 970കളിലാണ് ഈ പരിസ്ഥിതി നിയമം വരുന്നതെങ്കിൽ അതിൻ്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് അതിരൂക്ഷവും ശക്തവുമായി പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതിശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബത്തിനോടൊന്നിച്ച് യാത്ര പോകുന്നൊരു വേളയിൽ തീ കത്തിക്കാൻ അഥവാ ഭക്ഷണമുണ്ടാക്കാൻ തീ കത്തിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ കത്തിക്കുന്ന സ്ഥലത്ത് കൂടെ ഒരു ഉറുമ്പിൻ്റെ വരി പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ബഹളം വെച്ചു, നിൽക്ക് കത്തിക്കല്ലേ, ഒരു ഉറുമ്പിൻ്റെ വരി പോകുന്നുണ്ട്, മാറ്റി കത്തിക്കാൻ. ഒരു ഉറുമ്പിനെ നശിപ്പിക്കാൻ പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം അശ്ശരീദ് റളിയല്ലാഹു അൻഹു, അശ്ശരീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മൻ ഖതല ഉസ്ഫൂറൻ അബതൻ അജ്ജ ഇലല്ലാഹി അസ്സ വജല്ല യൗമൽ ഖിയാമ യഖൂലു യാ റബ്ബി ഇന്ന ഫുലാനൻ ഖതലനി അബസ വലം യഖ്തുലനി ലിമൻ ഫഅഹു. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖതല ഉസ്ഫൂറൻ, ആരെങ്കിലും ഒരു പക്ഷിയെ വധിച്ചാൽ, കൊന്നാൽ, അബസൻ അന്യായമായി കൊന്നാൽ, അജ്ജ ഇലല്ലാഹി അസ്സ വജല്ല യൗമൽ ഖിയാമ, ആ പക്ഷി അന്ത്യനാളിൽ അവ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നിലവിളിച്ചു കൊണ്ടുവരും. ഖിയാമത്ത് നാളിൽ ഈ പക്ഷി നിലവിളിച്ചുകൊണ്ട് വരും അള്ളാഹുവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അള്ളാഹിനോട് പറയും, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഫുലാനൻ ഖതലനി അബസ, ഇന്ന മനുഷ്യൻ എന്നെ അന്യായമായി കൊന്നു. പക്ഷി പറയാ അള്ളാഹിനോട്, ഇന്ന മനുഷ്യൻ എന്നെ അന്യായമായി വധിച്ചു. വലം യഖ്തുലുനി ലിമൻ ഫഅഹ്തിൻ, ഒരു ആവശ്യമില്ലാണ്ട്, ഒരു ആവശ്യം, ഭക്ഷണം കഴിക്കാനോ എന്തിനെങ്കിലും തരക്കടില്ല, ഒന്നിനുമല്ലാതെ വെറുതെ അങ്ങോട്ട് കൊന്നുകളഞ്ഞു എന്ന് അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിക്കുമെന്ന് നിസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. അതാണല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഒരാൾ യാത്രയിലായിരിക്കെ ദാഹം കഠിനമായി, അയാൾ കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ച് പുറത്തിറങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ശക്തമായ ദാഹത്താൽ നാവിട്ടടിച്ച് മണ്ണിൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നായയെ അയാൾ കണ്ടു. ഉടനെ അയാൾ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ്, കാലുറ, അതിലേക്ക് വെള്ളം നിറച്ച് ആ പട്ടിക്ക് വെള്ളം കോരിക്കൊടുത്തു. ആ നായ അത് കുടിക്കുകയും അതിന് സന്തോഷമാവുകയും ചെയ്തു. എന്നിട്ട് എല്ലാ ജീവനുള്ളതിനും പ്രതിഫലമുണ്ട് എന്ന് റസൂൽ ഇതിനെ സംബന്ധിച്ച് പറയും. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയാണ്, ഒരു സ്ത്രീ അവളുടെ പൂച്ചയെ പൂച്ച കാരണമായി നരകത്തിൽ പ്രവേശിച്ചു. അവർ അതിന് ഭക്ഷണം കൊടുക്കാതെ പൂച്ചയെ കെട്ടിയിട്ടു, അഴിച്ചു വിട്ടതുമില്ല. മണ്ണിൽ നിന്ന് അത് പെറുക്കി തിന്നുന്നത് അതിനെ പെറുക്കി തിന്നാൻ അനുവദിച്ചില്ല. അവസാനം പട്ടിണി കിടന്ന് ചത്തുപോയി. ആ പെണ്ണ് നരകത്തിലാണ്. പ്രകൃതിയായിട്ടൊന്നൊരു ബന്ധമില്ലാണ്ട് കുറേ നിസ്കാരം നോമ്പും മാത്രമല്ല സ്വർഗനരകത്തിൻ്റെ കാര്യങ്ങളിൽ വരുന്നത്. ഇതിലും കൂടി നമ്മൾ സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വളരെ കൃത്യമാണ് ആ കാര്യം. ജലത്തെ സംബന്ധിച്ച് ജലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അളവൊക്കെ അള്ളാഹ് എത്ര സൂക്ഷിച്ചാന്നറിയും. ഞാൻ നാളെ പറഞ്ഞു, ഈ ഭൂമിയിലുള്ള ജലത്തിൻ്റെ 9,999 ഈ ഭൂമിയിലെ ജലത്തിൻ്റെ 10,000 അംശത്തിൽ 9,999 നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാണ്. 1%.
10,000-ൻ്റെ 1 മാത്രമാണ് നമുക്ക് കുടിക്കാൻ പറ്റിയ വെള്ളമാക്കിയിട്ട് അല്ലാഹു തആല നിർത്തിയിട്ടുള്ളത്. ആ വെള്ളത്തെ നമ്മൾ നശിപ്പിച്ചാലോ? നമ്മൾ ഒഴുക്കപ്പെടുന്ന മാലിന്യത്തിലൂടെ കരയിലെ വെള്ളം ചീത്തയായാലോ? നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ രൂക്ഷം. അതുകൊണ്ടാണ് പറഞ്ഞത് സമുദ്രത്തെ പുഴയിൽ നിന്ന് ഒന്നെടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ദൂർത്ത് കാണിക്കരുത് എന്ന് പഠിപ്പിച്ച. പുഴയിലെ വെള്ളം ഇതന്നെ വീഴാനല്ലേ? പക്ഷേ റസൂൽ ഒരു സംസ്കാരം പഠിപ്പിക്കുകയാണ്. ഈ പ്രകൃതി നിങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും നാളെ ഭാവിയിൽ ജീവിക്കേണ്ടതല്ലേ? ഇപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പുതിയ സംവിധാനങ്ങളൊക്കെ എത്രമാത്രം ഈ ഭൂമിയെ നശിപ്പിക്കുന്നുണ്ട്. വെള്ളത്തിന് തന്നെ പോകാനുള്ള വഴികൾ, ചാലുകളും പുഴകളൊക്കെ നശിപ്പിച്ചു അതുണ്ടാക്കിയതല്ലേ. ഈ കൊച്ചു കേരളത്തിൽ 10-44 പുഴകൾ. കൊച്ചു കേരളം ഇങ്ങനെ ഒരു വള്ളു പോലത്തെ സ്ഥലമാണ്. പക്ഷേ 44 പുഴകളിലൂടെ നമുക്കൊക്കെ വെള്ളം ഉണ്ടാക്കി തന്നു, ഇഷ്ടം പോലെ മഴയും തന്നു. എന്നിട്ട് ഇത്രയേറെ വെള്ളക്ഷാമം അനുഭവിക്കുന്ന ജനത വേറെ ഇല്ല. വേനൽക്കാലം വന്നാൽ 2 മഴ നിന്നാൽ നമുക്ക് ജലമില്ല. കാരണം നമ്മൾ ജലത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നില്ല. ഇപ്പം നമ്മൾ ഈ ഹൈവേ ഉണ്ടല്ലോ, നല്ല ഉപകാരമാണ്. കാറൊക്കെ അടിച്ച് പോകുമ്പോൾ കോഴിക്കോടൊക്കെ 1 മണിക്കൂർ വേണ്ട, നല്ല സുഖമായിട്ട് പോകാനൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അറ്റം വരെ കേരളത്തെ വലിയ 2 ഇതോടുകൂടി 2ആക്കി പകുത്തിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് വെള്ളം കൊണ്ടുപോരില്ല, ഇവിടുന്ന് വെള്ളം അങ്ങോട്ടും പോയില്ല. കേരളത്തിലാണ് ഇങ്ങോട്ടൊരു ചെരിവാണ്, ആ വെള്ളത്തിന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഇതൊക്കെ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ഭാവിയിൽ പ്രകൃതിയിൽ അതൊക്കെ എത്ര ബാധിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ റോഡ് വേണ്ടാന്നല്ല പറഞ്ഞു കേട്ടോ. പക്ഷെ റോഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യാഘാതങ്ങൾ ആലോചിച്ച് നോക്കിയേ. എത്ര മലകൾ നിരത്തി, എത്ര കുന്നുകൾ നിരത്തി, എത്രമാത്രം മണ്ണുകൾ കൊണ്ടുവരേണ്ടി വന്നു. പ്രകൃതിക്ക് ചില താളവും ചില രൂപമുണ്ട്, അതൊക്കെയും നമ്മൾ തകരം മറിക്കുകയാണ്. എത്ര മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി, ഒരൊറ്റ തണലുമില്ലല്ലോ. കൊടും വെയിലത്താണ് യാത്ര മുഴുവൻ വേണ്ടി വരുന്നത്. അവിടെ ഒന്നും എത്ര മരങ്ങൾ മുറിച്ചു മാറ്റി എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത് മരം നടലും ഏറ്റവും വലിയ സദഖത്തുൽ ജാരിയായ പ്രതിഫലമായിട്ടാണ് റസൂൽ പഠിപ്പിച്ചത്. ഒരു മരം നടുക, പ്രകൃതിയിൽ മരം നടലും ആ കൃഷിയോട് ബന്ധപ്പെട്ടതും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യഗ്രിസു അർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു വിശ്വാസി മരം നടുകയോ കൃഷി ഇറക്കുകയോ അതിൽ നിന്നൊരു പക്ഷിയോ മനുഷ്യനോ മൃഗങ്ങളോ തിന്നുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് അത് സദഖയായി രേഖപ്പെടുത്തപ്പെടും. ഇവിടെ നമ്മളൊക്കെ കൃഷി ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട്, പക്ഷേ കുറച്ച് കൃഷി പക്ഷികൾക്ക് വേണ്ടി, മൃഗങ്ങൾക്ക് വേണ്ടി. നമ്മൾ അവരുടെ കാട്ടിലെ പലതും എടുത്തുകൊണ്ട് അവസാനം ആന നാട്ടിൽ, കടുവ നാട്ടിൽ, പുലി ഇറങ്ങി, മാന ഇറങ്ങി, മയിൽ നാട്ടിൽ ഒക്കെ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നു. കാടും കയ്യേറി, അവരുടെ ഭയങ്കരം കയ്യേറി മനുഷ്യർ. ഇതേ സമയം ഇസ്ലാം പഠിപ്പിച്ച് നിങ്ങളൊരു കൃഷി, ഒരു മരം നട്ടിട്ട് അതിൻ്റെ ഇതൊരു പക്ഷി എടുത്താൽ പോലും നിങ്ങൾക്ക് സദഖയാണ്. ഒരു മൃഗം കഴിച്ചാലും അത് സദഖയാണ്. ഒന്നും കൂടി റസൂൽ വിശദമായിട്ട് മറ്റൊരു ഇതിൽ പറഞ്ഞത്, നിങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ അലാമത്ത് ഇങ്ങനെ കണ്ടു, ഖിയാമത്ത് ഇങ്ങനെ വരികയാണ്, അപ്പോഴാണ് കയ്യിലൊരു മരമെങ്കിൽ ഇദാ ഖാമത്തി സാഅത്തു വബിയദിഹി അഹദുക്കും ഫസീല വഇൻ ഇസ്തതാഅ അൻ ലാ തഖൂമു ഹത്താ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ. ഖിയാമത്തിൻ്റെ അലാമത്ത് ഇങ്ങനെ വരികയാണ്, ഇതാകണം, അപ്പോഴാണ് ഒരാളെ കയ്യിലൊരു മരം. എന്നാൽ ആ മരം പോലും അപ്പം നടണയാൾ എന്നാണ്, ആ മരം ഉണ്ട് നടണം എന്നാണ്. ഖിയാമത്തൊക്കെ വരുന്ന വരട്ടെ, അപ്പോഴും ആ മരം നടാതിരിക്കരുത്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു വൃദ്ധനാണ്, ഒരുപാട് പ്രായത്തിൽ കമിഴ്ത്തി അദ്ദേഹം വിഷമിച്ച് ഒരു മരം നടുകയാണ്. അപ്പോൾ ആളുകൾ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇപ്പോൾ ഈ പ്രായത്തിൽ മരം നട്ടിട്ട് എന്ത് കാര്യമാണ്? ഇതൊക്കെ പിന്നീട് നമ്മൾ പല ആൾക്കാരും പിന്നെ കഥയാറ്റത്, അന്ന് നടന്ന സംഭവമാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മരം ഞാൻ മരിച്ചു പോകും, പക്ഷേ ഈ മരത്തിൽ നിന്ന് എന്ത് കായ്ഫലങ്ങൾ കിട്ടുന്നുണ്ടോ അതിൻ്റെ ഒരു പ്രതിഫലം എനിക്ക് കിട്ടുന്നു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ചെടിയിൽ നിന്ന് മരത്തിൽ നിന്ന് കട്ടുകൊണ്ട് പോയാൽ പോലും അതിൻ്റെ പ്രതിഫലം ഉണ്ട് എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അത് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യഗ്രിസു അർസൻ ഇല്ലാ കാന മാ ഉകില മിൻഹു ലഹു സദഖ വമാ സുരിക മിൻഹു ലഹു സദഖ വമാ അകല സബഉ മിൻഹു വഹുവ ലഹു സദഖ വമാ അകലത്തി ത്വയ്ർ വഹുവ ലഹു സദഖ. റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരു മുസ്ലിം ഒരു ചെടി നട്ടാൽ അതിൽ നിന്ന് തിന്നപ്പെടുന്നതും അവന് ദാനമാണ്, മോഷ്ടിക്കപ്പെടുന്നത് ദാനമാണ്. അതേപോലെ തന്നെ വന്യമൃഗങ്ങൾ തിന്നുന്നത് ദാനമാണ്, പക്ഷികൾ തിന്നുന്നത് ദാനധർമ്മമാണ്.
ആരെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും കുറവ് വരുത്തിയാലും ഇല്ലാക്കാൻ ലഹു സദക്ക, അവന് സദക്കയായിരിക്കും. ഇത്രയും പ്രോത്സാഹനം എവിടെ കിട്ടിയിട്ടുള്ളത്? ഇത്രയും ഗൗരവത്തിൽ പറഞ്ഞൊരു വിഷയം എന്താ ഉള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് സൈന്യത്തെ നിയോഗിക്കുന്നൊരു കാലം. ആ കാലത്തൊക്കെ ഒരു രാജാവിൻ്റെ സൈന്യം കൊണ്ട് വരുമ്പോൾ എല്ലാം വെട്ടി വെളിപ്പാക്കിയിട്ട് വരിക, എല്ലാ മരങ്ങളും നശിപ്പിച്ച് അങ്ങനെയാണ് സൈനിക മുന്നേറ്റം നടക്കുക. പക്ഷേ ഒരു പുതിയ സൈനിക സംസ്കാരം അബൂബക്കർ റളിയല്ലാഹു അൻഹു സൈന്യത്തെ സിറിയയിലേക്ക് അയക്കുമ്പോൾ പറയാണ്, സൈനിക തലവനായ യസീദ് ബിൻ അബൂ സുഫിയാനോട് അബൂബക്കർ സിദ്ദീഖ് പറയാണ്, ഞാൻ 10 കാര്യങ്ങൾ എന്നെ ഉപദേശിക്കുന്നു. 10 കാര്യങ്ങൾ എന്നെ ഉപദേശിക്കുന്നു. കുട്ടികൾ, സ്ത്രീകൾ, പ്രായം ചെന്നവർ തുടങ്ങിയവരെ നിങ്ങൾ വധിക്കരുത്. ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങൾ മുറിക്കരുത്. വീടുകൾ തകർക്കരുത്. ഒട്ടകത്തെയും ആടിനെയും ഭക്ഷിക്കാനല്ലാതെ അറുക്കരുത്. ഈന്തപ്പന നശിക്കരുത്. നിങ്ങൾ ഭിന്നിക്കരുത്. വഞ്ചന കാണിക്കരുത്. ഭീരുത്വം കാണിക്കരുത്. അത് ദീനിൻ്റെ എല്ലാ വശത്തിലും വരികയാണ്. കൃഷിയും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ അതിൽ വരികയാണ്. അതുകൊണ്ടാണ് റസൂല് അറുക്കാനുള്ള ആടിനെ വലിച്ചയച്ചപ്പോൾ പോലും റസൂല് വഴക്ക് പറഞ്ഞു. അറുക്കാൻ കൊണ്ടുവരുന്ന ആടിനെ വലിച്ചയക്കുമ്പോൾ വഴക്ക് പറഞ്ഞു. കാരണം അതിനോടും ആ മൃഗത്തോടും മര്യാദ കാണിക്കണമെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഈ പ്രകൃതിയെ എല്ലാ അർത്ഥത്തിലും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. ഇതിലെ നമ്മൾ പുതിയ തലമുറയിലൊക്കെ വരുന്നത് ഈ പുതിയ സംവിധാനങ്ങളിലൂടെ നമ്മുടെ വായുവിൻ്റെ ഘടന മാറുകയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവൊക്കെ മലിനമാവുകയാണ്. പല മാരക രോഗങ്ങളും വരികയാണ്. അടുത്ത തലമുറക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭൂമിയെ മാറ്റിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? പടച്ച തമ്പുരാൻ ആ പ്രകൃതിയിൽ മലിനത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള, ഏത് മാലിന്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള സംവിധാനം അല്ല ചെയ്തിരിക്കുക. ഏത് ചളിവെള്ളങ്ങൾ മണ്ണിലൊഴിച്ച് നോക്കി കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തുനിന്ന് ശുദ്ധജലമായിട്ടാണ് വരുന്നത്. ഇത്രയും നല്ല അരിച്ചെടുക്കൽ വേറെ ഉണ്ടോ? നമ്മൾ മണ്ണിൽ വരുന്ന ഈ ചളിവെള്ളമൊക്കെ നമ്മൾ കിണർ കുഴിക്കുമ്പോൾ ശുദ്ധജലമായിട്ട് വരുന്നു. പടച്ചോൻ്റെ സംവിധാനം അതാണ്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഒരു വാർത്ത കിട്ടെ, പ്ലാസ്റ്റിക്കിനെ പോലും തിന്നാൻ കഴിയുന്ന ചില ബാക്ടീരിയകൾ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹു അതൊക്കെ സംവിധാനിക്കും. പക്ഷേ മനുഷ്യൻ നാശം ചെയ്താൽ, അക്രമം ചെയ്താൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. നമ്മളിപ്പോൾ ഒരു പരിസ്ഥിതി സംസ്കാരം നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ഒരു സംസ്കാരം അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പുതിയ നാഗരികതയുടെ സംസ്കാരങ്ങളിൽ നിന്ന് വിട്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു സംസ്കാരം നമ്മുടെ കുട്ടികളെ നമ്മളെ ഒക്കെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കിപ്പോൾ എങ്ങനെ അരി ഉണ്ടാവുന്നത്, എന്തിൽ നിന്നാണ് നെല്ല് കിട്ടണത് എന്ന് പോലും നമ്മുടെ കുട്ടികൾക്ക്, പുതിയ തലമുറക്ക് അറിയാത്ത അവസ്ഥ വരുന്നു. അതൊക്കെ നമ്മളും അവരെ പ്രകൃതിയോട് കുറച്ച് പഠിപ്പിക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ കുന്നുകളും മലകളൊക്കെ ഇടിക്കാൻ കേവലം സാമ്പത്തിക താല്പര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ഏറ്റവും വലിയ അബദ്ധം. അപ്പോൾ ഈ പുഴയിൽ നിന്ന് മണ്ണ് വാരുക, പുഴയിൽ നിന്ന് മണ്ണ് വാരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താ? ചില ആൾക്കാർ പറയും മണ്ണ് വാരിയാലല്ലേ പുഴയിൽ ധാരാളം വെള്ളം ഉണ്ടാവുള്ളൂ. ഭയങ്കര അബദ്ധം, മണ്ടത്തരാണത്. ആ പുഴയിൽ നിന്ന് മണ്ണ് ഇങ്ങോട്ട് വാരുന്നതോടുകൂടി എന്താ, ഈ ഭൂമിയുടെ നിലവാരം താഴോട്ട് പോകും. അത് പരിസരത്തുള്ള എല്ലാ കിണറുകളുടെയും വെള്ളത്തെ താഴ്ത്തിക്കളയും. പുഴയിൽ നിന്ന് മണ്ണ് വാരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ പറഞ്ഞാൽ ആ മണ്ണിൻ്റെ നിലവാരം താഴുമ്പോൾ എന്ത് ചെയ്യും? പരിസരത്തെ എല്ലാ കിണറുകളുടെയും വെള്ളത്തിൻ്റെ വിധാനം താണു പോകും. നമുക്ക് അപ്പൗണ്ട് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മണൽ വാരാൻ തുടങ്ങി, നമ്മൾ മണൽ വാരും. മണൽ മാഫിയ, മണൽ കള്ളത്തിരക്ക്. നമ്മുടെ ഈ കടൽ പോലും വലിയ വിഷയമല്ലേ? നമ്മൾ എത്ര കുടുംബങ്ങൾ, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നത് ഈ ഒരു കടലുണ്ടാണ്. എത്ര ആളുടെ ഉപജീവനം, എത്ര ആളുടെ ഭക്ഷണം. പക്ഷെ ആ കടലിലെങ്ങാനും അതിൻ്റെ പ്രകൃതിക്ക് വിരുദ്ധമായി ചെയ്താൽ അപകടമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ജൂണിൽ ഈ പ്രജനന കാലത്ത് മത്സ്യം പിടിക്കാൻ പാടില്ല, വല്ലാതെ പിടിക്കാൻ പാടില്ല എന്നാണ്. വലിയ ഇത് പിടിച്ചു കഴിയുമ്പോൾ അപ്പം കിട്ടും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മത്സ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. അപ്പോൾ ഓരോരുത്തരും ഈ തങ്ങളുടെ കൊതി മൂത്ത്, ആ ദുരാഗ്രഹം മൂത്ത് ഈ പ്രകൃതിയെ തന്നെ നശിപ്പിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് മാറി പ്രകൃതിയെ സ്നേഹിക്കണം. അത് അള്ളാൻ്റെതാണ് ഈ പ്രകൃതി, പടച്ചോനുണ്ടാക്കിയതാണ് ഈ പ്രകൃതി, പടച്ചോൻ്റെ വലിയ കുതിരത്താണ് ഈ പ്രകൃതി, അള്ള ചെയ്ത അത്ഭുതകരമായ സവിശേഷതയാണ് ഈ പ്രകൃതി, അള്ളാൻ്റെതാണ് ഈ ഭൂമി. ആ ഭൂമിയെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമാണ്. അപ്പോൾ ഒരു പ്രകൃതി സംസ്കാരം, ജീവികളോട്, ഇതര ജീവികളോട്, ഇതര സമൂഹങ്ങളോട് ഒക്കെ ഉള്ള സംസ്കാരം അതിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പട്ടികളെക്കുറിച്ച് പറഞ്ഞു അതൊരു ഉമ്മമായതുകൊണ്ട്, ഒരു സമൂഹമായതുകൊണ്ടാണ് ഞാൻ അതിനെ വധിക്കുക. ഒരു ഗുണജാത്താണെങ്കിലും അതിനൊരു സമൂഹമാണ്, അതിനെ വധിക്കാൻ ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞു.
പക്ഷേ ഇപ്പം നമ്മൾ ചിലർ പട്ടിനെ കൊല്ലണം എന്ന് പറയും. പട്ടിക്കുണ്ട് ഒരു സാമൂഹിക ഒരു കൂട്ടം. എല്ലാ ജീവികളും ഒരു ഉമ്മമാണ്, ഒരു കൂട്ടങ്ങളാണ്. അതിൻ്റേതായ അവകാശം ഈ ഭൂമിക്കുണ്ട് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഓരോ ജീവിക്കും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഈ കാട്ടിലെ വന്യമൃഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം പിന്നെ വേറെ നിലക്കാണ് ഉണ്ടാകുക. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. കാലിഫോർണിയയിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു പ്രത്യേക മരമുണ്ട്. അല്ല, കാലിഫോർണിയയിലെ രാജ്യം മറന്നുപോയി. ആ കാലിഫോർണിയ മേജർ എന്നാണ് ആ സസ്യത്തിൻ്റെ പേര്. അയർലൻഡിലോ മറ്റോട്ടാണ്. ഈ സസ്യം അവിടെ പിന്നീട് വളരാതായി. ഇതിന് കാരണം ആ രാജ്യത്ത് പ്രത്യേകമുണ്ടായിരുന്ന ഒരു പക്ഷിയാണ് ഡോഡോ പക്ഷി. DODO, ഡോഡോ. ഓരോ ഡോഡോ പക്ഷിക്ക് ഏകദേശം 20-25 കിലോ തൂക്കം വരും ഒരു പക്ഷിക്ക്. ഒരു 5-6 ഉണ്ടെങ്കിൽ ഒരു കല്യാണം നടത്താവുന്ന 100 കിലോ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ 20 കിലോനോളം 25 കിലോനോളം ഡോഡോ പക്ഷിക്ക് ഭാരമുണ്ട്. ഈ പക്ഷിയെ പിടിച്ച് തിന്ന് മനുഷ്യൻ തിന്ന് തീർത്തു. അവസാനം ഭൂലോകത്ത് ഡോഡോ പക്ഷി ഇല്ലാതായി, ഒറ്റൊന്നില്ല. ഈ ഡോഡോ പക്ഷി ഇല്ലാതായപ്പോഴാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരമായി കാലിഫോർണിയ മേജർ എന്ന് പറഞ്ഞ ഈ മരം പിന്നെ വളരാതായി. പിന്നെ ഈ മരവും വളരാതായി. അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായത്, ഈ മരത്തിൻ്റെ ഒരു കായ ഈ ഡോഡോ പക്ഷി കഴിക്കും. കഴിച്ച് അത് ശരീരത്തിൽ കിടന്ന അതിൻ്റെ മാംസള ഭാഗം കഴിച്ച് അതിൻ്റെ കുരു വിസർജിക്കും. ആ കുരു മാത്രമേ മുളച്ചു വരികയുള്ളൂ. ആ കുരു മാത്രമേ മുളച്ചു വരുള്ളൂ. കാരണം ആ കുരുവിന് മുള പൊട്ടണമെങ്കിൽ ഈ ഡോഡോ പക്ഷിയുടെ വയറ്റിൽ വെച്ചൊന്ന് ദഹിക്കണം. അതിന് ഡോഡോ പക്ഷി ഇല്ലാതായി, കാലിഫോർണിയ. അപ്പോൾ ഈ ചെടി ഇല്ലാതായി. ആ പേര് വ്യത്യാസം നിങ്ങൾ പിന്നെ നോക്കി പഠിക്കണം. അപ്പോൾ ഈ ചെടിയും ഇല്ലാതായി. ഇനി അതിൻ്റെ അനുബന്ധം വേറെ പലതും ഉണ്ടാവും. ഇതൊക്കെ ഒരു ചങ്ങല പോലെ അള്ള സൃഷ്ടി ചെയ്ത സാധനം. നമ്മളിങ്ങോട്ട് തുരമൂത്തും കൊതിമൂത്തും ആർത്തി പൂട്ടും ഇപ്പം വെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടും എനിക്ക് മാത്രം ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടും നമ്മൾ ഈ പ്രകൃതിയെ കൊന്നാൽ നമുക്കും ദോഷമായി ഭവിക്കും, നമ്മുടെ തലമുറകൾക്കും ദോഷമായി ഭവിക്കും. മനുഷ്യനും ജീവിക്കാൻ പറ്റാത്ത ഒരിടമാക്കിയിട്ട് ഒരു ഊശര സ്ഥലമായി ഭൂമിയെ മാറ്റിക്കളയും. അങ്ങനെ ആകരുത് എന്ന് 1400 വർഷം മുമ്പ് അള്ളാഹുവിൽ നിന്നിറങ്ങിയ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബിറക്കിയ ഖുർആനിൽ ആയത്തുകൾ പറയുന്നു. അത് നടപ്പാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന അർത്ഥത്തിൽ പറയും. ഇപ്പം മഴ തന്നെ വലിയൊരു ഘടകമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കാലാവസ്ഥയൊക്കെ ചൂടുണ്ട് വന്നാൽ ഒടുക്കത്തെ ചൂട്, സഹിക്കാത്ത ചൂട് വരികയാണ്. അതൊക്കെ ഒരു ഘടകമാണ്. ഈ ചൂടിനെയൊക്കെ തണുപ്പിക്കേണ്ട വേറെ പല ഘടകങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു. ചൂട് വരികയാണ്. മഴ വന്നാൽ ഇനി വെള്ളപ്പൊക്കമാണ്. കാരണം വെള്ളത്തിന് നിൽക്കാൻ സ്ഥലവും ഇല്ല. 2 മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം പൊന്തുകയാണ്. ഇതിൻ്റെ ദുരന്തം പിന്നെ നമ്മൾ ഈ ആധുനിക കാലത്തും പേറേണ്ടി വരികയാണ്. ഇപ്പോൾ ഈ ഓസോൺ പാളികളിൽ വിള്ളലുണ്ടായാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങളും ഫ്ലോറോ കാർബണൊക്കെ ഇത് ഭൂമിയിൽ ഈ അല്ലാഹു തആല നമ്മുടെ മുകളിൽ വെച്ച വലിയൊരു കവചമാണ് ഈ ഓസോൺ പാളി. ഭയങ്കര കവച. കാരണം അതിഭീകരമായ രശ്മികൾ മുകളിൽ നിന്ന് വരുന്നുണ്ട്. അതിനെ തടുക്കാൻ അള്ള ചെയ്തു വെച്ച സംവിധാനം. പടച്ചോൻ്റെ ആ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ, അതിൽ ഓട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഇവിടുന്ന് പല സാധനങ്ങളും അങ്ങോട്ട് കയറ്റിയാണ്. അവസാനം ആ ഓട്ടയിലൂടെ എന്ത് ചെയ്യും? രശ്മികൾ താഴോട്ട് വരും. ഭാഗ്യത്തിന് പടച്ചോൻ തന്നെ അത് ഖിയാമത്ത് നാൾ ഇപ്പോൾ വരാൻ തീരുമാനിക്കാത്തതുകൊണ്ടായിരിക്കണം ആ ഓസോൺ പാളികളിലെ വിള്ളലുകൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാകും, രശ്മികൾ പതിക്കും, ഭൂമി നാശോന്മുഖമായി തീരും. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തെ പടച്ചവനോട് ഉത്തരം പറയേണ്ടി വരും ഈ ജീവികളുടെ കാര്യത്തിൽ, ഈ ഭൂമിയുടെ കാര്യത്തിൽ, ഈ സസ്യങ്ങളുടെ കാര്യത്തിൽ. അവയൊക്കെ വേറൊരു കാര്യം കൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മാത്രമാണ് അള്ളാഹനെ ധിക്കരിക്കുന്ന ആൾക്കാർ. അള്ളാഹനെ ധിക്കരിക്കുന്നത് നമ്മളും ജിന്നുകളും മാത്രമാണ്. ഈ സസ്യങ്ങളും ഉറുമ്പുകളും ഈ മൃഗങ്ങളും ഈ നായകളും ഈ പന്നികളും, പന്നി എന്ന് പറഞ്ഞ മൃഗവും എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. എല്ലാം തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സസ്യങ്ങൾ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാത്രമാണ് തസ്ബീഹ് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഒരു സസ്യത്തെ നമ്മൾ അകാരണമായി കൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്ന ഒരു സസ്യത്തെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. ഒരു മൃഗത്തെ നമ്മൾ അന്യായമായി വധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹ്ക്ക് തസ്ബീഹ്. അവരൊക്കെ തല കുനിഞ്ഞിട്ടാണ്, നമ്മൾക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ നിരന്തരം തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സചേതന വസ്തുക്കൾ മാത്രമല്ല, അചേതന വസ്തുക്കൾ പോലും.
അള്ളാഹിൻ്റെ റസൂല് ഉഹുദ് മലയിലോട്ട് പോയിട്ട് അവിടെ പോയിന്ന് വർത്താനം പറയുമായിരുന്നു. എന്തൊരു ഇഷ്ടമായിരുന്നു റസൂലിന് ഉഹുദ് മലയാണെന്നറിയോ. ഉഹുദ് മലയെക്കുറിച്ച് റസൂൽ ഇങ്ങനെ പൊക്കി പറയും. ഉഹുദ് മലയ്ക്ക് സലാം ചെല്ലു റസൂല്, ഉഹുദ് മലയ്ക്ക് സലാം ചെല്ലു റസൂല്. റസൂല് നടന്നു വരുന്ന വഴിക്കൊരു കല്ലിൻ്റെ ഇതുണ്ടായിരുന്നു, അതിനോട് സലാം ചെല്ലു. സഹാബാക്കൾ ചോദിച്ചു, ഇതിനോട് സലാം ചെല്ലിയിട്ട് എന്താ? വലാക്കില്ല യഫ്തഹൂന തസ്ബീഹകും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാകണമില്ല എന്നേ ഉള്ളൂ. അതൊക്കെ അള്ളാഹനെ പ്രകീർത്തിക്കുന്ന സംഗതികളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചോനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിരിക്കെ ആ പ്രപഞ്ചത്തിനെ തകർക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല അവൻ്റെ ദീനിനെ സമ്പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.